You are watching TV Next. ബിച്ചു അനീഷ് മാഡം നമ്മോടൊപ്പം ഉണ്ട്. ഒരു മോഡലാണ്, ആക്ട്രസ് ആണ്. മാഡം നമ്മുടെ ഈ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ എത്തുമ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. വൈ ബിക്കോസ് ഞങ്ങളെ പോലൊരു ബഡ്ഡിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഇതൊരു വലിയ ഇൻസ്പിറേഷൻ ആണ്. മോർ ഓവർ സത്യം പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ ഷീലാമ്മേ അല്ലെ, നമ്മുടെ എവർഗ്രീൻ ബ്യൂട്ടി ഷീലാമ്മേ നേരിട്ട് കാണാൻ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സത്യജിത് റേ അവാർഡ് കിട്ടുന്നേക്കാൾ ഭയങ്കര, അത് ഓഫ്കോഴ്സ് നമുക്ക് സന്തോഷമുള്ള കാര്യം. അതിലും അതൊക്കെ മേലെയാണ് ഷീലാമ്മ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുന്നത്. ഇന്ന് ഞങ്ങളുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യജിത് റേയിലെ ഞങ്ങൾ ഷീലാമ്മയ്ക്കാണ് കൊടുക്കുന്നത്. എനിക്കിതിനകത്ത് കർത്താവേ ക്രിയാകർമ്മം മൂവിയിലെ സ്പെഷ്യൽ ജൂറി മെൻഷൻ ആക്ട്രസ് എന്നുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. വൈ ബിക്കോസ് ദിസ് ഇസ് എ പ്രസ്റ്റീജിയസ് അവാർഡ്. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തൊരു മൂവി ഉണ്ട്, നൊമ്പരക്കൂട് എന്ന് പറഞ്ഞു. അന്ന് അതൊരു സിഗ്നേച്ചർ മൂവിയായിരുന്നു. എവിടെ ചെന്നാലും അതിന് അവാർഡ് കിട്ടും. അങ്ങനെ സത്യജിത് റേയുടെയും 3-4 അവാർഡുകൾ ഇത് വാരിക്കൂട്ടി. അന്ന് അതിന്റെ ഡയറക്ടർ പറഞ്ഞു, ബിച്ചു ഇതൊരു പ്രസ്റ്റീജിയസ് അവാർഡ്, അത് എല്ലാവർക്കൊന്നും കിട്ടുന്നല്ല. അന്നപ്പം ഞാൻ വിചാരിച്ചെന്താണെന്നറിയാം, അയ്യോ അത്രയും വലിയ ഒരു ഫിലിമിന്റെ ഭാഗമാവാൻ പറ്റിയല്ലോ. പക്ഷെ സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല നെക്സ്റ്റ് ഇയർ എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മുന്നോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം, പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. താങ്ക് യു. ഒരു മോഡൽ കൂടെയാണ്. പിന്നെ നമ്മുടെ മനോരമ ആഴ്ചപ്പതിപ്പിൽ അല്ലെ, മനോരമ വന്നിട്ടുണ്ട്. മംഗളം, ഞാൻ മംഗളത്തിന്റെ കവർ ഗേൾ ആയിട്ടുണ്ട്. മഹിളാരത്നം, നാനയിലൊക്കെ വന്നിട്ടുണ്ട്. കൂടാതെ ഞാൻ കുറെ ഷോസും അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ FBയിലും ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും നമുക്ക് പ്രിയം എന്ന മൂവീസ് തന്നെ അല്ലേ. എന്ത് പറയുക, എനിക്ക് തോന്നുന്നു മൂവിന്ന് നമ്മളൊരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ, ഭയങ്കര കംപ്ലീഷൻ ആണ്. എപ്പോഴും എല്ലാം എനിക്ക് ഇഷ്ടം. എന്നാലും ഞാൻ ഐ ഷുഡ് സേ ഞാൻ ശരിക്കും ബേസിക്കലി ഒരു ഫിലിം ലവർ തന്നെയാണ്. അടുത്ത പ്രോജക്റ്റ് എന്തൊക്കെ? അടുത്തത് ഞങ്ങളുടെ ജോഷി മാത്യു സാറിനാണ് ദേവത്താൻ കുന്ന്. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലൊക്കേഷൻ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം എൻ്റെ റിലീസിന് ഒരുങ്ങുന്നു നിധി. എബിൻ മാത്യു ഡയറക്ട് ചെയ്ത നിധിയാണ്. അതിൽ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ്. ഞാൻ തന്നെയാണ് ദൈവം സഹായിച്ച് അതിലെ ലീഡായിട്ട് വന്നത്. പിന്നെ ഉള്ളത് വേട്ടക്കാരി, സ്റ്റാനിൽ വർഗീസ്. അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നു. ഉടനെ തന്നെ റിലീസിന് ഒരുങ്ങുന്നു. നീന കുറുപ്പാണ് അതിലെ ലീഡ്. എനിക്കൊരു ആന്റി ഹീറോയിനിലെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹാഷിം മരിക്കാറിന്റെ ഒരു പാൻ ഇന്ത്യൻ മൂവി വരുന്നുണ്ട്. അതെല്ലാം പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സോ സപ്പോർട്ട് ചെയ്യാം. TV നെക്സ്റ്റിന്റെ ഫാഷൻ ചാനൽ എന്റെ എല്ലാവിധ ബെസ്റ്റ് വിഷസ്. സോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.